ഇതുപോലുള്ള നാരങ്ങ വെള്ളം നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഈ ചൂട് സമയത്ത് പുറത്തുനിന്നൊക്കെ വരുമ്പോൾ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ്. അപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കുക എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം വേണ്ടതാ ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഉള്ളിലുള്ള കുരു ഒന്ന് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. കാരണം മിക്സിയിൽ അടിക്കുമ്പോൾ നമ്മൾ കുറച്ച് സമയം അടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കുരു കൂടെ എടുക്കുന്ന സമയത്ത് കയ്പ്പ് വരും. അപ്പോൾ കുരു ഒഴിവാക്കിയിട്ട് നമുക്കിതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നാരങ്ങ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നാരങ്ങ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പുളിക്കനുസരിച്ചിട്ടുള്ള നാരങ്ങ എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി പോകണ്ട കേട്ടോ, ചെറിയൊരു ഫ്ലേവർ മാത്രം മതി. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 പുതിനയിലാണ് കേട്ടോ. പുതിനയില ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാനൊരു 2 കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാം കുറച്ച് മതി കേട്ടോ. പച്ചമുളകാണെന്നുണ്ടെങ്കിലും ഒക്കെ കുറച്ച് മതി. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കഷ്ണമായിട്ടും ചേർത്ത് കൊടുക്കാം, പക്ഷെ നമുക്ക് നന്നായിട്ട് ഒന്ന് അടിഞ്ഞു കിട്ടാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ കണ്ടോ, ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തത് കാരണം കംപ്ലീറ്റ് അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ആകുമ്പോൾ കഷ്ണമാണെന്നുണ്ടെങ്കിൽ ചെറിയ പീസ് എന്തായാലും അടിച്ചെടുക്കുന്ന സമയത്ത് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മധുരം അതുപോലെ തന്നെ പുളിയും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ആവശ്യത്തിന് നമുക്ക് എത്ര വെള്ളമാണോ ഇതിലേക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇത് കറുത്ത കസ്കസ് ഉണ്ടല്ലോ, നമ്മളെല്ലാ വെള്ളത്തിലേക്കും ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ നാരങ്ങ വെള്ളം റെഡിയായി. ഇനി ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ലൊരു റീഫ്രഷിംഗ് ഡ്രിങ്ക് റെഡിയായി. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്